Here is Mahatma Gandhi's concept of education on the basis of the chapter Tolstoy Farm. This Tolstoy Farm is taken from his autobiography, My Experiments with Truth. മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് പറയുന്ന ആത്മകഥയിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് ടോൾസ്റ്റോയ് ഫാം. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആദ്യം നമ്മൾ കൊടുക്കും. അതിൻ്റെ ശേഷം മഹാത്മാഗാന്ധിയുടെ കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷനും കൂടി പറയുന്നതാണ്. Tolstoy Farm was the first ashram initiated and organized by Mahatma Gandhi during his South African movement. It was created in 1910. The ashram served as the headquarters of the campaign of Satyagraha against discrimination against Indians in Transvaal. Mahatma Gandhi സൗത്ത് ആഫ്രിക്കയിലായിരുന്ന സമയത്ത് ഇന്ത്യൻ വംശജർക്ക് എതിരെയായിട്ട് വംശീയ അതിക്രമങ്ങൾ നടന്ന സമയത്ത് അവർ രൂപം കൊടുത്ത ഒരു ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം. Gandhiji was greatly influenced by Leo Tolstoy, the Russian writer and philosopher, through his book The Kingdom of God is Within You and his essay on Christianity and patriotism. Tolstoy's ideal of simplicity of life and purity of purpose influenced Gandhiji deeply. Both Gandhiji and Tolstoy followed the idea of love to solve problems of life. They believed in non-violence. Thus, the ashram was named after Leo Tolstoy. It is located Johannesburg in South Africa. അപ്പോൾ മഹാത്മാഗാന്ധിനെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകളിൽ ഒരാളായിരുന്നു ലിയോ ടോൾസ്റ്റോയ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ മഹാത്മാഗാന്ധിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മെയിൻലി ദ സിംപ്ലിസിറ്റി ഓഫ് ലൈഫ് ആൻഡ് പ്യൂരിറ്റി ഓഫ് പർപ്പസ്, ഈ ഐഡിയയിൽ അദ്ദേഹത്തിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മഹാത്മാഗാന്ധിയും ടോൾസ്റ്റോയും വിശ്വസിച്ചിരുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ ദേ ബിലീവ്ഡ് ദാറ്റ് ലവ് ക്യാൻ ക്യൂർ എനിത്തിങ്. ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും സ്നേഹം കൊണ്ട് അത് മാറ്റപ്പെടുമെന്നാണ് അവർ വിശ്വസിച്ചത്. അതുപോലെ തന്നെ രണ്ടുപേരും വിശ്വസിച്ചത് നോൺ വയലൻസിലായിരുന്നു, അഥവാ അഹിംസ. ഓക്കെ, ഇങ്ങനെ ടോൾസ്റ്റോയിനോടുള്ള ഇഷ്ടത്തിൻ്റെ മേലെയാണ് ടോൾസ്റ്റോയ് ഫാം എന്ന് പേരിട്ടത്. ഈ ടോൾസ്റ്റോയ് ഫാമിൻ്റെ പേര് ടോൾസ്റ്റോയ് ഫാം എന്നാക്കിയത്. ഓക്കെ, Herman Kallenbach, a white farmer, was so impressed with the peaceful way of life at Phoenix that he offered Gandhiji his own big farm near Johannesburg. അപ്പം ജോഹാൻസ്ബർഗിലുള്ള ഹെർമൻ കാലൻബാഷ് എന്ന് പറയുന്ന ഒരു വൈറ്റ് ഫാമർ ഉണ്ട്, ഒരു വെള്ളക്കാരൻ ഫാമർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിയുടെ ഐഡിയൽസിനെ വളരെയധികം ഇഷ്ടപ്പെട്ട ആളായിരുന്നു. ഇദ്ദേഹവും ടോൾസ്റ്റോയിനെ ഇഷ്ടമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടിയാണ് ടോൾസ്റ്റോയ് ഫാം എന്ന് പേരിട്ടത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഹി ഹാഡ് എ ബിഗ് ഫാം, ഒരു വലിയ ഫാം ഉണ്ടായിരുന്നു. അത് ഈ ടോൾസ്റ്റോയ് ഫാം തുടങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കുകയായിരുന്നു. He suggested that all those who had lost their jobs and homes by their participation in Satyagraha could be settled there. സത്യാഗ്രഹയിൽ പങ്കെടുത്തിട്ട് ജോലിയും വേലയും ഒക്കെ പോയ എല്ലാവർക്കും ഇവിടെ വന്നിട്ട് താമസിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയ ഉണ്ടായിരുന്നത്. People who were different in nationality, religion and color lived together like one family. They worked hard and shared the fruits of their labor. Gandhiji spent much of his time at Tolstoy Farm. He was engaged in teaching the children and other constructive activities. Here is the concept of education by Mahatma Gandhi. Hindus, Muslims, Parsis and Christian boys and some Hindu girls were the inmates of the farm. Gandhiji himself taught them because no qualified Indian teachers were available at the province.
If they had, it was not possible for them to travel and reach 20 miles distant for meager salary. അപ്പം ഈ ടോൾസ്റ്റോയ് ഫാമിൽ ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. മുസ്ലിംസ്, ഹിന്ദുസ്, പാഴ്സീസ് ആൻഡ് ക്രിസ്ത്യൻ ബോയ്സ് ആൻഡ് സം ഹിന്ദു ഗേൾസ് വെർ ദെയർ. ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു, പക്ഷെ ടീച്ചേഴ്സ് അവൈലബിൾ ആയിരുന്നില്ല. ഉള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ അത്രയും 20 മൈൽസ് ദൂരെ നിന്നൊന്നും വന്ന് പഠിപ്പിച്ചിട്ട് വളരെ തുച്ഛം സാലറിക്കൊന്നും അങ്ങനെ വരാൻ മാത്രമുള്ള കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പം മഹാത്മാഗാന്ധി തന്നെയാണ് ഇവരെ പഠിപ്പിച്ചിരുന്നത്. ഗാന്ധിജി ഡിഡ്ന്റ് ബിലീവ് ഇൻ then prevailing education system. അന്ന് നിലവിലുണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോട് മഹാത്മാഗാന്ധിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. He wanted to find out the true system through his experience and experiments. And he believed that true education can only be imparted by parents. രക്ഷിതാക്കൾക്കാണ് ട്രൂ എഡ്യൂക്കേഷൻ മക്കൾക്ക് കൊടുക്കാൻ പറ്റാമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. Thus he became the father figure in Tolstoy farm and shouldered the responsibility of training the young minds. അങ്ങനെ അദ്ദേഹം ഈ ടോൾസ്റ്റോയ് ഫാമിൻ്റെ ഫാദർ ഫിഗർ ആവുകയാണ്. അങ്ങനെ ഈ അവിടെയുള്ള യങ് മൈൻഡ്സിനെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പുറപ്പെടുകയാണ്. As the young people were from different situations, places and were different aspiration, he had to find a single solution or way to teach them. So he concentrated on building their character and he provided moral training alike. അപ്പം ഈ ഇവിടെയുള്ള ഓരോ ആൾക്കാരും ഓരോ കുട്ടികളും ഡിഫറെൻറ്റ് സിറ്റുവേഷൻസൊന്നും ഡിഫറെൻറ്റ് ആസ്പിറേഷനൊക്കെ ഉള്ള വ്യത്യസ്ത നിലപാടുകളും ചിന്തകളൊക്കെ ഉള്ള കുട്ടികളായതുകൊണ്ട് ഇവരെ എല്ലാവരെയും കൂടി ഒരുപോലെ ചേർത്ത് കൊണ്ടുവരാനുള്ള ഒരു വഴി കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു. ഓക്കെ, സോ മഹാത്മാഗാന്ധി ക്യാരക്ടർ സ്വഭാവ രൂപീകരണത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുപോലെ തന്നെ മോറൽ ട്രെയിനിങ്ങിനും ധാർമ്മികതയിലും. He regarded character building as the proper foundation for education, and if the foundation is proper, they can learn anything by themselves or with the help of their friends. He believed that education which does not mold character is absolutely worthless. അപ്പോൾ മഹാത്മാഗാന്ധി വിശ്വസിച്ചത് ക്യാരക്ടർ സ്വഭാവ രൂപീകരണം നടത്താത്ത എഡ്യൂക്കേഷൻ വർത്ത്ലെസ് ആണെന്ന്, ഒരു വിലയും ഇല്ലാത്തതാണെന്ന്. There are Mr. Kallenbach and Rajji Desai to help him. Apart from mental growth and exercise, they were in need of physical strength or engagement also. The young people had to take care of the garden, farm, and some of them engaged in cooking. Children did the works like digging pits, felling timber, and lifting loads. Presence of their leader or father made it more cheerful and interesting. This contributed to their physical exercise. In short, the life in Tolstoy farm was lively and productive to its best. Gandhiji considered both the physical and mental health of his students alike. As he said, water, good air and timely food added to it. അപ്പോൾ മഹാത്മാഗാന്ധി ഈ ടോൾസ്റ്റോയ് ഫാമിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ കുട്ടികളെ മെൻ്റൽ എക്സസൈസും കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ഇവരെ ക്യാരക്ടർ മോൾഡിങ്ങും മോറൽ വാല്യൂസ് പഠിപ്പിക്കുകയും ചെയ്യുക മാത്രമല്ല ചെയ്തത്, അവർക്ക് ഫിസിക്കൽ എക്സസൈസ് കൂടി കൊടുത്തു. അത് എങ്ങനെ? ഗാർഡനിങ്, കുക്കിംഗ്, കാർപ്പൻട്രി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെ എൻഗേജ്ഡ് ആക്കിപ്പിക്കുകയും ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ചെയ്തു. Gandhiji, who believed in vocational training, compelled the young people to be equipped with any manual vocation. അപ്പം എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ എന്നൊക്കെയാണ് വൊക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അറിവ് എല്ലാ ആൾക്കാർക്കും ഉണ്ടായിരിക്കണം എന്നാണ് മഹാത്മാഗാന്ധി വിശ്വസിച്ചത്. അങ്ങനെ ഈ ഉള്ള യങ് മൈൻഡ്സിനെ ഇദ്ദേഹം ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുകയും ചെയ്തു.
In Tolstoy farm, Mr. Kallenbach taught them shoemaking, carpentry, and cooking. All the young minds in Tolstoy farm learned the basic things that one must know, which Gandhiji believed everyone must know. And he said teachers must always accompany their students. That will definitely be an inspiration and excitement for them. In short, Gandhiji meant the objective of basic education is the physical, intellectual, and moral development of children through the medium of handicraft. മഹാത്മാഗാന്ധി പറയുന്നത് ബേസിക് എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫിസിക്കലും ശാരീരികമായിട്ടും ഇൻ്റലക്ച്വൽ മാനസികമായിട്ടും അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടും അതുപോലെ തന്നെ മോറൽ ധാർമ്മികമായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. ഏതിലൂടെ? ത്രൂ ദ മീഡിയം ഓഫ് ഹാൻഡിക്രാഫ്റ്റ്, കരകൗശലത്തിലൂടെ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുന്നതിലൂടെ. ഓക്കെ, കൈത്തൊഴിൽ എന്നൊക്കെ പറയില്ല നമ്മൾ, അത്. അപ്പം ഇതാണ് ദ കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ബൈ മഹാത്മാ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ കുറച്ച് കോട്ട്സും കൂടെ നമ്മൾ ഇതിൻ്റെ താഴെ കൊടുക്കാം. Some quotes by Mahatma Gandhi on education. True education must correspond to the surrounding circumstances or it is not a healthy growth. Next one is here. If we want to reach real peace in this world, we should start educating children. Education which does not mold character is absolutely worthless. By education, I mean an all-round drawing of the best in child and man in body, mind and spirit. So this is Mahatma Gandhi's concept of education. That's all for today. If you like this video and if you like these notes, please do subscribe, share and comment. Thank you for watching.